നിങ്ങളുടെ സ്വന്തം പ്രതിഭേസ് ആണ്. നമ്മളിതാ ബയോളജി എക്സാം എഴുതാൻ വേണ്ടി റെഡി സെറ്റ് ആയിട്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന കാത്തിരുന്ന ഒരു വീഡിയോ ആയിട്ടാണ് മിസ് വന്നിരിക്കുന്നത്. കാരണം ഓൾ ഡയഗ്രാം ബേസ്ഡ് ക്വസ്റ്റ്യൻസ് നമുക്കറിയാം 4 മാർക്കിന് ചിത്രം തന്ന് വരയ്ക്കാൻ ചോദിക്കാറുണ്ട്, അല്ലാതെ 3 മാർക്കിനൊക്കെ ഫിഗർ തന്നിട്ട് അതിൽ നിന്ന് ഐഡന്റിഫിക്കേഷൻ ആയിട്ട് പലതരത്തിൽ ചോദ്യങ്ങൾ വരുന്നതാണ്. അപ്പോൾ ആ എല്ലാ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ആണ് ഈ ഒരു വീഡിയോയിൽ മിസ് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണണം. അത് മാത്രമല്ല നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുകയും ചെയ്യണം. എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ട് അതൊക്കെ നിങ്ങൾക്ക് ചോദിക്കാം. അത്തരത്തിലുള്ള വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് വേണ്ടി തരുന്നതാണ് കേട്ടോ. പിന്നെ അപ്പോൾ അത് മാത്രമല്ല ഇതിന്റെ ഡീറ്റെയിൽ നമ്മുടെ എല്ലാ ചാപ്റ്റർ കോൺസെപ്റ്റ് റിവൈസ് ചെയ്ത് നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് വൈകുന്നേരം ലൈവിൽ 7:30 എല്ലാവരും വരണം. നമുക്ക് അന്ന് ഫുൾ സെറ്റ് ആക്കുകയും ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഡ്രോ ദി പിക്ചർ ആൻഡ് ലേബൽ ദ പാർട്സ് എ ബി സി ആൻഡ് ഡി ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് എ സെറിബെല്ലം, ബി തലാമസ്, സി ഹൈപ്പോ തലാമസ്, ഡി മെഡുല്ല ഒബ്ലോങ്കേറ്റ. അത് മാത്രമല്ല ബി സി ഡി എന്നിവയുടെ ഓരോ ധർമ്മങ്ങൾ എഴുതാനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നും എന്ത് ചെയ്യാം, ലേബൽ ചെയ്ത് നോക്കിയാലോ. ഇതാ ആദ്യത്തേതെന്ന് പറയുന്നത് സെറിബ്രം ആണ്. ചോദിച്ചിരിക്കുന്നതിൽ എ എന്ന് പറയുന്നത് സെറിബ്രം ആണോ? അല്ല, സെറിബെല്ലം ആണ്. അപ്പൊ അത് നമ്മൾ മാർക്ക് ചെയ്യുന്നു, സെറിബെല്ലം. പിന്നെ ചോദിച്ചിരിക്കുന്ന തലാമസ് ആണ്. ഇതാണ് തലാമസ് എന്ന് പറയുന്നത്, തലാമസ്. ഓക്കെ. പിന്നെ നമ്മളോട് ചോദിച്ചിരിക്കുന്ന ഹൈപ്പോ തലാമസ് ആണ്. അത് താഴെ നമുക്ക് കാണാൻ പറ്റും, അതാണ് ഹൈപ്പോ തലാമസ്. ഓക്കെ, ഹൈപ്പോ തലാമസ്. പിന്നെയോ അടുത്ത ചോദിച്ചിരിക്കുന്ന മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. ഈ ദണ്ഡാകൃതിയിലുള്ളതാണ് എന്ത്, മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്, മെഡുല്ല ഒബ്ലോങ്കേറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ക്ലിയർ ആയല്ലോ. അപ്പൊ ഇതാ ഇതിന്റെ ധർമ്മങ്ങൾ നമ്മളോട് എഴുതാൻ ചോദിച്ചിരിക്കുന്നതാണ്. ഏതാണ്? ബി സി ഡിന്റെ ധർമ്മമാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. തലാമസിന്റെ ധർമ്മം എന്ന് പറയുന്നത് തലാമസ്, താഴെ ഹൈപ്പോ തലാമസ്. തലാമസ് എന്ന് പറയുന്നത് എന്താണ്? റിലീസ് സ്റ്റേഷൻ ഓഫ് ഇമ്പൾസസ് ആണ് അല്ലെ. എന്താണ്? സെറിബ്രത്തിലേക്കും സെറിബ്രത്തിൽ നിന്നുള്ള ആവേഗ പുനർപ്രസരണ കേന്ദ്രമാണ് എന്ത്, നമ്മുടെ തലാമസ് എന്ന് പറയുന്നത്. അപ്പം ഈ പറയുന്ന ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടും കൈകാര്യം ചെയ്യാനും അതിന്റെ ഇടയിലായിട്ട് റിലീസ് സ്റ്റേഷൻ ആയിട്ട് നിൽക്കുന്നതാണ് എന്ത്, നമ്മുടെ തലാമസ്. ഇനി ഹൈപ്പോ തലാമസിന്റെ ധർമ്മം എന്താണ്? ആന്തര സമസ്ഥിതി പാലനത്തിന് സഹായിക്കുന്നു. നമ്മുടെ ഇന്റേണൽ ബോഡി എന്താണ്, ഹോമിയോസ്റ്റാസിസ് മെയിൻറ്റെയിൻ ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ഹൈപ്പോ തലാമസ് ആണ്. ക്ലിയർ ആയോ മക്കളെ? അത് പഠിച്ചു. ഇനി നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ ധർമ്മം നമുക്ക് നോക്കാം. റോഡ് ഷേപ്ഡ് മെഡുല്ലയാണ്. അതിന്റെ ഫംഗ്ഷൻ ഇൻവോളണ്ടറി ആക്ഷൻസ് ആണ് അല്ലെ. നമ്മുടെ ഹാർട്ട് ബീറ്റ്, ബ്രീത്തിങ് ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. അതേപോലെ തന്നെ ഹൃദയസ്പന്ദനം, നമ്മുടെ ശ്വാസോച്ഛ്വാസം ഒക്കെ കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ മെഡുല്ല ഒബ്ലോങ്കേറ്റ ആണ്. ബാക്കിയുള്ളതിന്റെ ഫംഗ്ഷനും കൂടെ പഠിച്ചു വെക്കണേ. സെറിബെല്ലം നമ്മുടെ ബോഡി ബാലൻസ് കീപ്പ് ചെയ്യുന്നു, നമ്മുടെ മസ്കുലർ ആക്ടിവിറ്റീസ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതാ പേശി പ്രവർത്തനങ്ങൾ, അതുപോലെ തന്നെ എന്ത്, ശരീര തുലന നില സാധ്യമാക്കുന്നു. സെറിബ്രം ആണെങ്കിലും ലാർജസ്റ്റ് പാർട്ടാണ് നമ്മുടെ ബ്രെയിനിൻ്റെ. അതെന്ത് ചെയ്യുന്നു, നമ്മുടെ ചിന്ത, ബുദ്ധി, നമ്മുടെ തിങ്കിങ് കപ്പാസിറ്റി, ഇതുപോലെ തന്നെ നമ്മുടെ വോളണ്ടറി മൂവ്മെന്റ്സ്, നമ്മുടെ ഇന്ദ്രിയങ്ങളെ സഹായിക്കുന്ന, അതുപോലെ തന്നെ ഐച്ഛിക ചലനങ്ങൾ സാധ്യമാക്കുന്നതും നമ്മുടെ സെറിബ്രമാണ്. അപ്പം ഈ ഒരു ഫിഗർ നിർബന്ധമായിട്ടും പഠിക്കണം. ഇത് പല തവണ റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചുള്ളതാണ്. അപ്പോൾ അത് ലേബൽ ചെയ്യാനും അത് ചിത്രം വരയ്ക്കാനും അതുപോലെ തന്നെ എന്ത് ചെയ്യണം, അതിന്റെ ഫംഗ്ഷൻസും പഠിക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. കോപ്പി ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ പാർട്സ് അക്കോർഡിംഗ് ടു ദി indicators given below. Part which receive impulses, part which carry impulses to cell body, part which secrete neurotransmitter. എന്താ ചോദ്യം? ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം ഏതാണെന്ന് എഴുതണം. അതുപോലെ തന്നെ ആവേഗങ്ങളെ കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വഹിക്കുന്നത് ഏതാണെന്ന് എഴുതണം. നാഡീയ പ്രേഷകം സ്രവിക്കുന്ന ഭാഗം ഏതാണെന്ന് എഴുതണം. അപ്പൊ ഇത് കണ്ടാൽ നമുക്കറിയാം ഇതെന്താണ്, ന്യൂറോണിന്റെ ഫിഗർ ആണ് അല്ലെ. നമ്മുടെ നാഡീ കോശത്തിന്റെ ഒരു ഫിഗർ ആണ് തന്നിട്ടുള്ളത്. അപ്പൊ ആവേഗങ്ങളെ സ്വീകരിക്കുന്ന ഭാഗം ഏതാണ്? നമുക്കറിയാം ഈ ഒരു ഡെൻഡ്രൈറ്റ്, ഡെൻഡ്രോൺ തൊട്ട് വരുമ്പം ആദ്യം അതിനെ സ്വീകരിക്കുന്ന ഭാഗം എന്ന് പറയുന്നത് ഇതാണ്, നമ്മുടെ ഡെൻഡ്രൈറ്റ് ആണ്. പിന്നെയോ ആവേഗങ്ങളെ കോശ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് വഹിക്കുന്ന ഭാഗം ഇതാണ് കോശ ശരീരം. ആ കോശ ശരീരത്തിൽ നിന്ന് പിന്നെ കൊണ്ടുവന്നത് ആരാണ്? ഇതാ ഈ നീളമുള്ള ഭാഗമായിട്ടുള്ള നമ്മുടെ ആക്സോൺ ആണ്. ക്ലിയർ ആയോ? ആക്സോൺ ആണ്. അടുത്ത നമുക്ക് നോക്കാം. നാഡീയ പ്രേഷകം സ്രവിക്കുന്ന ഭാഗം ഏതാണ്? ന്യൂറോ ട്രാൻസ്മിറ്റർ അല്ലെ. പാർട്ട് വിച്ച് സെക്രീറ്റ് ന്യൂറോ ട്രാൻസ്മിറ്റർ. അതെവിടെയാണെന്ന് നമുക്കറിയാലോ. ഇവിടെയാണ് വരുന്നത്. അതാരാണ്? നമ്മുടെ സിനാപ്റ്റിക് നോബാണ് അല്ലെ. സിനാപ്റ്റിക് നോബിലാണ് നമ്മൾ ഈ പറയുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നത്. പഠിച്ചല്ലോ? ക്ലിയർ ആണല്ലോ? അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത ക്വസ്റ്റ്യൻ. ഇതും വല്ലാതെ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഇയറിൽ പല തവണ ക്വസ്റ്റ്യൻ വരുന്നതാണ്. അപ്പൊ നോക്കി നമുക്ക് എന്താണെന്ന്. ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ചിത്രം തന്നിട്ടുണ്ട്. ഐഡന്റിഫൈ ദ പാർട്ട് ഇൻഡിക്കേറ്റഡ് ആസ് 1 and 2. 1ഉം 2ഉം ഏതാണെന്ന് ഐഡന്റിഫൈ ചെയ്യണം. ഹൗ ഡു 3 and 4 ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് ദ ബാലൻസ് ഓഫ് ബോഡി എന്നാണ് ചോദിച്ചിരിക്കുന്നത്. 3ഉം 4ന്റെയും ഫംഗ്ഷൻ എങ്ങനെയാണത് ബോഡി ബാലൻസിന് ഹെൽപ്പ് ചെയ്യുന്നതെന്ന് നമ്മൾ എഴുതണം. അപ്പൊ നമുക്ക് നോക്കിയാലോ.
ചിത്രം നിരീക്ഷിച്ച് 1ന്റെയും 2ന്റെയും ലേബിൾ ചെയ്യണം, 3ന്റെയും 4ന്റെയും ധർമ്മവും എഴുതണം. ഒന്നാമത്തെ നമുക്കറിയാം എന്താണ്, ഇത് വെസ്റ്റിബുലാർ നെർവും ഇതെന്താണ് നമ്മുടെ ഓഡിറ്ററി നെർവും ആണ് അല്ലെ. ഒന്നാമത്തേത് വെസ്റ്റിബുലാർ നാഡി, രണ്ടാമത്തേത് ശ്രവണ നാഡി. കാരണം നോക്കുക, വെസ്റ്റിബുലിന്റെ അവിടെ നിന്നാണ് ഈ ഒരു നാഡി പോകുന്നത്, അതുകൊണ്ടാണ് അത് വെസ്റ്റിബുലാർ നാഡി. ഇത് നമ്മുടെ കോക്ലിയുടെ അവിടെ നിന്നാണ്, അതുകൊണ്ട് തന്നെ എന്താണ് കേൾവിക്ക് സഹായിക്കുന്നതാണ്. അതുകൊണ്ട് അതിനെ നമ്മൾ ഓഡിറ്ററി നെർവ് അല്ലെങ്കിൽ ശ്രവണ നാഡി എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി ധർമ്മം നമുക്ക് നോക്കാം. ഈ ബി എന്ന് പറയുന്നത് അല്ലെ, നമ്മൾ ബി എന്ന് പറയാം 3ഉം 4ഉമാണ്. മൂവ്മെന്റ് ഓഫ് ഹെഡ് ബ്രിങ് അബൌട്ട് ദ മൂവ്മെന്റ് ഓഫ് എൻറ്റോലിയം പ്രസന്റ് ഇൻസൈഡ് ദ വെസ്റ്റിബ്യൂൾ. വെസ്റ്റിബ്യൂളും സെമി സർക്കുലർ കനാലും ഇവിടെ തന്നിട്ടുള്ളത് അല്ലെ, സെമി സർക്കുലർ കനാലും വെസ്റ്റിബ്യൂളും. അപ്പൊ സെമി സർക്കുലർ കനാലിന് ഉള്ളിലുള്ള എൻറ്റോലിംഫ് എന്ന് പറഞ്ഞ ഫ്ലൂയിഡിന്റെ മൂവ്മെന്റ് ആണ് എന്ത് ചെയ്യുന്നത്, ആ ഒരു ബോഡി ബാലൻസിനെ ഹെൽപ്പ് ചെയ്യുന്നത്. അത് മാത്രമല്ല, ദിസ് കോസ് മൂവ്മെന്റ് ഓഫ് സെൻസറി ഹെയർ സെൽ ആൻഡ് ജനറേറ്റ് ഇമ്പൾസസ്. ദീസ് ഇമ്പൾസസ് ആർ ട്രാൻസ്മിറ്റഡ് ബൈ വെസ്റ്റിബുലാർ നെർവ്സ് ടു സെറിബെല്ലം. തലയുടെ ചലനങ്ങൾ ആന്തരകർണത്തിലെ വെസ്റ്റിബ്യൂളിലും അർദ്ധവൃത്താകാര കുഴലിലുമുള്ള എൻറ്റോലിംഫിനെ എന്ത് ചെയ്യുന്നു, ചലിപ്പിക്കാൻ സഹായിക്കുന്നു. അങ്ങനെ എന്ത് ചെയ്യുന്നു, അതിനുള്ളിലോ ഹെയർ സെൽ അല്ലെ, രോമകോശങ്ങൾക്ക് മൂവ്മെന്റ് വരുന്നു. ആ ചലനം എന്ത് ചെയ്യുന്നു, ആവേഗങ്ങൾ ഉണ്ടാക്കുകയും അത് നമ്മുടെ ശരീരം തുലപ്പാൽവിക്കാൻ നമ്മളെ സഹായിക്കുകയും ചെയ്യുന്നു. അങ്ങനെയാണ് അത് വെസ്റ്റിബുലാർ നാഡി വഴി നമ്മുടെ സെറിബെല്ലത്തിലേക്ക് പോകുന്നത്. അത് ഓർത്ത് വെക്കാൻ, സെറിബെല്ലത്തിലേക്കാണ് പോകുന്നത്. ഇനി അടുത്ത് നോക്ക്, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ചിത്രം തന്നിട്ടുണ്ട്, മനസ്സിലായല്ലോ. ഐഡന്റിഫൈ ദ ഗ്ലാൻഡ് ഇൻഡിക്കേറ്റഡ്, തന്നിരിക്കുന്ന ഗ്രന്ഥി ഏതാണെന്ന് കണ്ടെത്തണം. രണ്ടാമത്തെ നോക്കാം, which are the hormones produced by the gland to overcome emergency situation. എന്താ ചോദിച്ചാൽ, അടിയന്തര ഘട്ടങ്ങളിൽ ശരീരത്തെ സജ്ജമാക്കുന്നതിന് സഹായിക്കുന്ന എല്ലാ ഹോർമോണുകളെയും ഈ ഉൽപ്പാദിപ്പിക്കുന്നത് എന്താണ്, ഏതെല്ലാം ഹോർമോണാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഇനി ഹൗ ഡീസ് ഹോർമോൺസ് കോഓർഡിനേറ്റ് ദ ആക്ടിവിറ്റി ഓഫ് നെർവസ് സിസ്റ്റം ആൻഡ് എൻഡോക്രൈൻ സിസ്റ്റം. എന്താ ചോദിച്ചിട്ടുള്ളത്, നാഡീയ വ്യവസ്ഥയും അന്തസ്രാവി വ്യവസ്ഥയും ഒത്തുചേർന്ന് പ്രവർത്തിക്കുന്നത് ഈ ഹോർമോണുകൾ എങ്ങനെ സഹായിക്കുന്നു എന്നാണ് ചോദ്യം. എങ്ങനെ സഹായിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇവിടെ നോക്കുക, ആദ്യത്തെ ഈ ഗ്രന്ഥി എന്ന് പറയുന്നത് ഏതാണ്, നമ്മുടെ അഡ്രീനൽ ഗ്രന്ഥിയാണ് അല്ലെ. ഇനി അഡ്രീനൽ ഗ്രന്ഥിയെ നമുക്കറിയാം. ഇവിടെ അടുത്തതോ, അടിയന്തര ഘട്ടങ്ങളിൽ സഹായിക്കുന്ന ഹോർമോണുകൾ ഏതാണെന്നാണ് അഡ്രീനൽ ഗ്രന്ഥി ഉൽപ്പാദിപ്പിക്കുന്നതാണ് ഏത്, എപ്പിനെഫ്രിനും നോർ എപ്പിനെഫ്രിനും, അല്ലെങ്കിൽ അഡ്രീനാലിൻ ഹോർമോണും നോർ അഡ്രീനാലിൻ ഹോർമോണും. ഇനി നോക്കുക, നാഡീവ്യവസ്ഥയും അന്തർവ്യവസ്ഥയും ചേർന്നിട്ട് എങ്ങനെയാണ് ഇത് സഹായിക്കുന്നതെന്നാണ് ചോദ്യം. എങ്ങനെയാണ്, എപ്പിനെഫ്രിൻ എന്ത് ചെയ്യുന്നു, നമ്മുടെ സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിനെ എനാക്ട് ചെയ്യുന്നു. അങ്ങനെ പെട്ടെന്ന് ഒരു എമർജൻസി വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു, നമുക്ക് അതിൽ നിന്ന് ഓടി രക്ഷപ്പെടാനോ അല്ലെങ്കിൽ തിരിച്ച് പ്രതികരിക്കാനോ ഈ ഹോർമോൺ നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ. സോ അടിയന്തര സാഹചര്യങ്ങൾ സിമ്പത്തറ്റിക് വ്യവസ്ഥയോട് ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇതുവഴി ഇത്തരം സാഹചര്യത്തിൽ പോരാടാനോ പിന്തിരിഞ്ഞോടാനോ നമ്മളെ സഹായിക്കുന്നു. അപ്പം ഇംഗ്ലീഷ് മീഡിയത്തിലും മലയാളം മീഡിയത്തിലും ആൻസേഴ്സ് വ്യക്തമായിട്ട് എഴുതാൻ നിങ്ങൾ മനസ്സിലാക്കണം. അടുത്ത നോക്കാം, ഇതും നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഫിഗർ തന്നെയാണ്. നോക്കി, ഒബ്സർവ് ദ ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. ഐഡന്റിഫൈ ദ സെൽസ് ഇൻഡിക്കേറ്റഡ് ആസ് 1 and 2. ഇവിടെ 1ഉം 2ഉം തന്നിട്ടുണ്ട്. ഹൗ ഡസ് ദ ഹോർമോൺ പ്രൊഡ്യൂസ്ഡ് 1 കൺട്രോൾ ദ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവൽ? ഹോർമോൺ ആക്ട് അപ്പോൺ ഓൺലി ടാർഗറ്റ് സെൽ വൈ. 3 ചോദ്യം തന്നിട്ടുണ്ട്. 3 ചോദ്യം 4 മാർക്കിന്റെ ചോദ്യമാണ്. നോക്കാം നമുക്ക്. 1ഉം 2ഉം സൂചിപ്പിക്കുന്ന കോശങ്ങൾ തിരിച്ചറിയണം. നമുക്കറിയാം എന്താണ്, 1 ആൽഫ സെല്ലും 2 ബീറ്റ സെല്ലുമാണ്. ഇനി ഈ ഉൽപ്പാദിപ്പിക്കുന്ന ഹോർമോൺ രക്തത്തിൽ ഗ്ലൂക്കോസ് എങ്ങനെ സഹായിക്കുന്നു എന്നല്ലേ. ഇതാ, ഗ്ലൂക്കോഗോൺ കൺവേർട്സ് ഗ്ലൈക്കോജൻ സ്റ്റോർഡ് ഇൻ ടു ദ ലിവർ ആൻഡ് ഗ്ലൂക്കോസ് സിന്തസൈസ്ഡ് ഗ്ലൂക്കോസ് ഫോം അമിനോ ആസിഡ്. ഗ്ലൂക്കോസ് ലെവൽ റൈസസ് ആൻഡ് കം ടു നോർമൽ. നമ്മൾ ഈ പറയുന്ന ആൽഫ കോശങ്ങളും ബീറ്റ കോശങ്ങളും എന്ത് ചെയ്യുന്നു, ഗ്ലൂക്കോഗോണും ഇൻസുലിനും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പം ഈ പറയുന്ന ഗ്ലൂക്കോസിനെ നിയന്ത്രിക്കാൻ ആരാ സഹായിക്കുന്നത്, നമ്മുടെ ഗ്ലൂക്കോഗോണും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, ഇൻസുലിനും സഹായിക്കുന്നു. അപ്പോൾ എന്താ സംഭവിക്കുന്നത്, ഗ്ലൂക്കോഗോൺ കരളിൽ സംഭരിച്ചിരിക്കുന്ന ഗ്ലൈക്കോജൻ എന്താക്കി മാറ്റുന്നു, ഗ്ലൂക്കോസ് ആക്കി മാറ്റുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു, അമിനോ ആസിഡിൽ നിന്ന് ഗ്ലൂക്കോസ് നിർമ്മിക്കുകയും ചെയ്ത് ഗ്ലൂക്കോസിന്റെ അളവ് കുറയാതെ സഹായിക്കും. അപ്പോൾ ഗ്ലൂക്കോസ് ലെവൽ കുറഞ്ഞാൽ അത് കൂട്ടാനാണ് ആരുള്ളത്, നമ്മുടെ ഗ്ലൂക്കോഗോൺ ഉള്ളത്. അത് എന്ത് ചെയ്യുന്നു, തിരിച്ച് ഗ്ലൂക്കോസ് ആക്കി ഇതിനെ മാറ്റുന്നു. ഇനി നോക്കാം, ഹോർമോൺ മോളിക്യൂൾ ബൈൻഡ് വിത്ത് റെസ്പെക്റ്റീവ്. സിയുടെ ക്വസ്റ്റ്യൻ ആണ്. എങ്ങനെ, ടാർഗറ്റ് സെല്ലിൽ മാത്രം ഹോർമോൺ വന്ന് ചെല്ലുള്ളൂ, എന്നിട്ടാണ് അത് ചെന്ന് പ്രവർത്തിച്ച് അതൊരു ഹോർമോൺ എന്താണ് കോംപ്ലക്സ് ഫോം ചെയ്യുന്നത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. അപ്പോൾ ആ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്താൽ മാത്രമേ അവിടെ ആക്ഷൻ നടക്കൂ. അപ്പം നോക്കുക, ഈച്ച് ഹോർമോൺ ആക്ട് ഓൺലി ദോ സെൽ ദാറ്റ് ഹാവ് സ്പെസിഫിക് റിസപ്റ്റേഴ്സ്. ഓരോ ഹോർമോണും അതിനുള്ള റിസപ്റ്ററിൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, അത് പോയി ബൈൻഡ് ചെയ്തിട്ട് ഫങ്ഷൻ ചെയ്യൂ. അപ്പോഴേ എന്തുണ്ടാവുള്ളൂ, അവിടെ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടാവുള്ളൂ. ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഉണ്ടായാൽ പിന്നെ എന്ത് ചെയ്യുന്നു, അവിടുത്തെ എൻസൈംസ് ആക്ട് ചെയ്യുന്നു. അങ്ങനെ അവിടുത്തെ ചേഞ്ചസ് നടത്തുന്നു. അപ്പം ഓർക്കണം, എപ്പോഴും എന്ത് ചെയ്യുന്നു, ഹോർമോൺ അവരുടെ നിശ്ചിതമായിട്ടുള്ള ടാർഗറ്റ് അല്ലെങ്കിൽ ലക്ഷ്യകോശങ്ങളിൽ ചെന്ന് പതിക്കൂ. എന്നിട്ട് അവർ ഹോർമോൺ റിസപ്റ്റർ കോംപ്ലക്സ് ഫോം ചെയ്യുന്നു. അതായത് ഹോർമോൺ ഗ്രാഹി സംയുക്തം രൂപപ്പെടുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഫംഗ്ഷൻ നടക്കുക. അപ്പോൾ ഈ 2 പോയിന്റ് അതിൽ വരാൻ ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഇതാ മൊത്തം 4 മാർക്ക് കയ്യിൽ കിട്ടി.
അടുത്ത നോക്കാം നമുക്ക്. റൈറ്റ് ദ നെയിം ഓഫ് ദിസ് എക്സ്പെരിമെന്റ്, വിച്ച് ആർ ദ ഗ്യാസസ് യൂസ്ഡ് ഇൻ ദിസ് എക്സ്പെരിമെന്റ്, വിച്ച് മെറ്റീരിയൽ ഇസ് ഗെറ്റ് സെഡിമെന്റഡ്. നോക്കുക, ഈ പരീക്ഷണത്തിന്റെ പേരെന്ത്, ഈ പരീക്ഷണത്തിൽ ഉപയോഗിച്ച വാതകങ്ങൾ ഏത്, അതുപോലെ തന്നെ അവിക്ഷിപ്തപ്പെട്ട പദാർത്ഥം ഏതാണെന്നാണ് ചോദ്യം. നമുക്കറിയാം ഈ ഒരു എക്സ്പെരിമെന്റ് എന്ന് പറയുന്നത് ഏതാണ് ഒപ്പാരൻ ഹാൽഡെയിൻ തിയറി വെച്ചിട്ട് യൂറേ മില്ലർ ചെയ്ത എക്സ്പെരിമെന്റ് ആണിത് അല്ലേ. അപ്പൊ യൂറേ മില്ലർ എക്സ്പെരിമെന്റ് അല്ലെങ്കിൽ യൂറേ മില്ലർ ചെയ്ത പരീക്ഷണമാണിത്. അപ്പം ഇവിടെ നോക്കുക, എന്താണ് ഇവിടെ ഉപയോഗിക്കുന്ന വാതകങ്ങൾ? മീഥേൻ, അമോണിയ, വാട്ടർ വേപ്പർ അല്ലേ. മീഥേനും അമോണിയം അതുപോലെ തന്നെ എന്താണ്, നീരാവിയുമാണ്. അവിടെ അവിക്ഷിപ്തപ്പെട്ട പദാർത്ഥം, അവിടെ സെഡിമെന്റഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റ് എന്താണ്, അമിനോ ആസിഡ് ആണ്. ക്ലിയർ ആണല്ലോ? യെസ്. അടുത്ത് നോക്കുക, ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ, ആൻസർ ദ ക്വസ്റ്റ്യൻ. ഇതും റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പണ്ട് തൊട്ട് പഠിച്ചതാണ്. വിച്ച് ഈസ് ദ പ്രോസസ് ഇൻഡിക്കേറ്റഡ് ഇൻ ദിസ് ഇല്ലസ്ട്രേഷൻ, നെയിം ദ വൈറ്റ് ബ്ലഡ് സെൽസ് ഇൻവോൾവ് ഇൻ ദിസ് പ്രോസസ്, റൈറ്റ് ദ സ്റ്റെപ്സ് ഇൻവോൾവ് ഇൻ ദി പ്രോസസ് ഇൻ സീക്വൻഷ്യൽ ഓർഡർ. കണ്ടോ, ചിത്രം നിരീക്ഷിച്ച് ഇത് ഏത് പ്രവർത്തനത്തെ സൂചിപ്പിക്കുന്നു, ഇതിൽ ഉൾപ്പെടുന്ന 2 ശ്വേതരക്താണുക്കൾ ഏതാ, ഇതിന്റെ ഘട്ടങ്ങൾ ഏതാണെന്നാണ് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം. ഇവിടെ ഫാഗോസൈറ്റോസിസ് ആണെന്ന് കണ്ടാൽ അറിയാലോ, ഇത് ഫാഗോസൈറ്റോസിസ് ആണ് അല്ലെ, വിഴുങ്ങി നശിപ്പിക്കുന്ന പ്രവർത്തനമാണ്. അപ്പം ഇതൊക്കെ ഏതൊക്കെയാണ് നമ്മുടെ ഫാഗോസൈറ്റുകൾ? ന്യൂട്രോഫിലും മോണോസൈറ്റും ആണ്. സ്റ്റക്കാവിലല്ലോ, ന്യൂട്രോഫിലും മോണോസൈറ്റും. എക്സാമ്പിൾ പഠിക്കണം, അത് മാത്രമല്ല സ്പെല്ലിങ്ങും തെറ്റിക്കരുത്. ഇനി ഇതിന്റെ ഓർഡർ ആണ്, അത് നിർബന്ധമായിട്ടും പഠിച്ചു വെക്കണം, ഷുവർ ആയിട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നോക്കുക, ഫാഗോസൈറ്റ് പാത്തജന്റെ അടുത്തെത്തുന്നു, റീച്ച് നിയർ പാത്തജൻ, എൻഗൾഫ് പാത്തജൻ, വിഴുങ്ങി നശിപ്പിക്കുന്നു. മെംബ്രെയിൻ സാക്ക് കമ്പൈൻ വിത്ത് LSM, അവിടെ ലൈസോസോം വരുന്നു. ലൈസോസോം എന്ത് ചെയ്യുന്നു, അവിടുത്തെ എൻസൈംസ് ആ പാത്തജനെ ഡിസ്ട്രോയ് ചെയ്യുന്നു. എക്സ്പെൽസ് റിമനന്റ് വേസ്റ്റുകളെ പുറന്തള്ളുന്നു. അപ്പൊ ക്ലിയർ ആയല്ലോ, ഫാഗോസൈറ്റുകൾ രോഗാണുക്കളുടെ സമീപത്തെത്തുന്നു, സരസഞ്ചിയിൽ രോഗാണുക്കളെ വിഴുങ്ങുന്നു, സരസഞ്ചി ലൈസോസോമുമായി സംയോജിക്കുന്നു. അപ്പം ഇതിങ്ങനെ വിഴുങ്ങിയെടുക്കുന്നു, അവിടെ ലൈസോസോം ചേർന്നിട്ട് അതിനെ ബ്രേക്ക് ചെയ്യുന്നു, എന്നിട്ട് എന്ത് ചെയ്യുന്നു, വേസ്റ്റിനെ പുറത്തേക്ക് കളയുന്നു. അപ്പോൾ അതാണ് എന്ത്, നമ്മുടെ ഈ പ്രക്രിയയായിട്ടുള്ള ഫാഗോസൈറ്റോസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ആ ഫിഗറും അതിൻ്റെ ഓർഡറിൽ പഠിക്കണം. അടുത്ത നോക്ക്, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്, പക്ഷെ നമ്മൾ ചിലപ്പം വിട്ടു പോകാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്, പക്ഷെ ഇത് നിർബന്ധമായിട്ടും പഠിക്കണം. നോക്കിക്കേ, A, B, അതുപോലെ തന്നെ ഇവിടെ ഷ്വാൻ സെല്ലും തന്നിട്ടുണ്ട്. എയും ബിയും കണ്ടെത്തണം, റൈറ്റ് ടു ദ 2 ഫങ്ഷൻസ് ഓഫ് ബി എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എയും ബിയും എന്താ, നമുക്ക് കണ്ടാൽ അറിയാലോ. എ എന്ന് പറയുന്നത് എന്താണ്, ആക്സോണും, ബി എന്ന് പറയുന്നത് മൈലിൻ ഷീത്തുമാണ് അല്ലെ. മൈലിൻ ഷീത്തിന്റെ ഫംഗ്ഷൻ എന്താ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രൊവൈഡ് ന്യൂട്രിയന്റ് ആൻഡ് ഓക്സിജൻ ടു ആക്സോൺ, ആക്സോണിന് വേണ്ട ഓക്സിജനും അതുപോലെ തന്നെ എന്ത് ചെയ്യുന്നു, പോഷക ഘടകങ്ങളും നൽകുന്നു. അത് മാത്രമല്ല, ഇമ്പൾസിന് പെട്ടെന്ന് പോകാൻ അതിന്റെ സ്പീഡ് കൂട്ടുന്നു അല്ലെ, വേഗത വർദ്ധിപ്പിക്കാനും സഹായിക്കുന്നു. മാത്രമല്ല, ഒരു ഇലക്ട്രിക് ഇൻസുലേറ്റർ എന്ന നിലയിൽ ബാഹ്യശബ്ദങ്ങളിൽ നിന്ന് സംരക്ഷിക്കാൻ, ആക്സോണിനെ സംരക്ഷിക്കാൻ അത് എന്ത് ചെയ്യുന്നു, ആ ഒരു ഇൻസുലേറ്റർ എന്ന നിലയിലും ഇത് സംരക്ഷിക്കപ്പെടുന്നുണ്ട്. അപ്പൊ രണ്ടിന്റെ ഫംഗ്ഷൻ ക്ലിയർ. ആക്സോൺ ആണ്, മൈലിൻ ഷീത്ത് ഇമ്പോർട്ടന്റ് ആണ്, പലതവണ കുഴപ്പിക്കുന്ന രീതി ചോദ്യം വരുന്നതാണ്. അപ്പോൾ ആ ഭാഗം ക്ലിയർ ആക്കണം കേട്ടോ. ഇനി അടുത്ത് നോക്കാം, കോപ്പി ദ ഡയഗ്രാം ആൻഡ് ലേബൽ ദ പാർട്സ് അക്കോർഡിംഗ് ടു ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. ദ പാർട്ട് കൺസിസ്റ്റ് ഓഫ് cerebrospinal fluid, the part where myelinated nerve cells are present in abundance, the part conduct motor impulses from spinal cord to other parts of body. നോക്കുക, ഈ ഡയഗ്രാം എടുത്ത് അതേപടി വരയ്ക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഇതും നമ്മൾ വിട്ട് കളയുന്ന കുറേ ഉള്ള ഒരു ഫിഗറാണ്, പക്ഷെ വിട്ട് കളയരുത്, ചിലപ്പോൾ ഈ ചോദ്യം വരാൻ ചാൻസ് ഉള്ളതാണ്. അപ്പം നോക്കിക്കേ, ചിത്രം പകർത്തി വരയ്ക്കണം നമ്മൾ ആദ്യം. എന്നിട്ട് എന്ത് ചെയ്യണം, സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്ന ഭാഗം അതെവിടെയാണെന്ന് എഴുതണം. മൈലിൻ ഷീത്തുള്ള നാഡികൾ കൂടുതലായി കാണുന്നത്, മൈലിൻ ഷീത്ത് കൂടുതലുള്ള ഭാഗം നമ്മൾ ഗ്രേ മാറ്റർ, വൈറ്റ് മാറ്റർ പഠിക്കുന്നതാണ്. ഓർത്ത് നോക്ക്, പ്രേരക ആവേഗങ്ങൾ സുഷുമ്നയിൽ നിന്ന് ശരീരഭാഗങ്ങളിലേക്ക് വഹിക്കുന്ന ഭാഗം ഏതാണ്? അത് 3 എഴുതേണ്ടത്. അപ്പൊ നമുക്ക് നോക്കാം, ഇവിടെ സെൻട്രൽ കനാൽ അല്ലേ, സെൻട്രൽ കനാലിലാണ് എന്ത് വരുന്നത്, സെറിബ്രോസ്പൈനൽ ദ്രവം നിറഞ്ഞിരിക്കുന്നത്. പിന്നെ മൈലിൻ ഷീത്തുള്ള നാഡികൾ കൂടുതലായി കാണപ്പെടുന്ന ഭാഗമാണ് എന്ത്, നമ്മുടെ വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് അല്ലേ. വൈറ്റ് മാറ്റർ എന്ന് പറയുന്നത് ഏതാണ്? അതുപോലെ തന്നെ പ്രേരക അവയവങ്ങൾ സുഷുമ്നയിൽ നിന്ന് ശരീരഭാഗങ്ങൾക്ക് വഹിക്കുന്ന ഭാഗമാണ് എന്ത്, മോട്ടോർ നെർവ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് 3 എന്ത് ചെയ്യണം, വരച്ച് ലേബൽ ചെയ്യാൻ മനസ്സിലാക്കി വെക്കണം കേട്ടോ. അപ്പൊ അത് മാത്രമല്ല, ഫിഗറും കൂടെ ക്ലിയർ ആയിട്ട് പഠിക്കണം. അപ്പൊ ഇവിടെ നോക്കിക്കേ, ഇതാണ് നമ്മുടെ സെൻട്രൽ കനാൽ, സെറിബ്രോസ്പൈനൽ ഫ്ലൂയിഡ് ഉള്ള ഭാഗം. അതുമാത്രമല്ല, മൈലിൻ ഷീത്തുള്ള നാഡികൾ കൂടുതലായി കാണുന്ന ഭാഗം കണ്ടോ. ഇവിടെ ഇതാണ് ഗ്രേ മാറ്റർ, പുറമെയാണ് വൈറ്റ് മാറ്റർ വരിക അല്ലെ. മിസ് പറഞ്ഞു, വൈറ്റ് മാറ്റർ കൂടുതൽ വരുന്നത് സ്പൈനൽ കോഡിന്റെ കേസിൽ, അല്ലെങ്കിൽ ഇവിടെ വരുന്ന ഏതാണ്, പുറം ഭാഗത്താണ്. അപ്പം ഇതാണ് എന്ത്, സെൻട്രൽ കനാല്. ഇത് നമ്മുടെ വൈറ്റ് മാറ്റർ. അതേപോലെ തന്നെ അടുത്ത് എന്താ ചോദിച്ചിരിക്കുന്നത്, മോട്ടോർ നെർവ് അല്ലേ, പ്രേരക ആവയവങ്ങൾ സുഷുമ്നയിൽ നിന്ന് ശരീരഭാഗത്തിലേക്ക് വഹിക്കുന്ന ഭാഗം. ദ പാർട്ട് കണ്ടക്ട് മോട്ടോർ ഇമ്പൾസസ് ഫ്രം സ്പൈനൽ കോഡ് ടു അതർ പാർട്ട് ഓഫ് ബോഡി. അപ്പോൾ ഇവിടുന്ന് തിരിച്ചു പോകുന്ന ഭാഗമാണ്, അതാണ് നമ്മുടെ മോട്ടോർ നെർവ്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഡോർസൽ റൂട്ടാണ്, ഇത് വെൻട്രൽ റൂട്ടാണ്. അവിടുന്ന് തിരിച്ചു പോകുന്ന ഭാഗമാണ് എന്ത്, നമ്മുടെ മോട്ടോർ നെർവ് എന്ന് പറയുന്നത്. അപ്പം ഈ ഒരു ഫിഗർ നിങ്ങളോട് നേരെ നോക്കി വരയ്ക്കാൻ പറയുമ്പോൾ ഏതാണ്, മസിലിലേക്കല്ലേ പോകുന്നത്. അപ്പം ഈ ഭാഗമാണ് നമ്മുടെ, ഇവിടെ നിന്നാണ് എന്ത് വരുന്നത്, മോട്ടോർ
നെർവായിട്ട് വരുന്നത്. ക്ലിയർ ആയോ? അപ്പൊ ഇത് രീതിയിൽ കണക്ട് ചെയ്തിട്ട് വരയ്ക്കണം കേട്ടോ. അപ്പൊ മിസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഫിഗർ വെച്ച് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇനി അടുത്ത ചോദ്യം നോക്കാം നമുക്ക്. ഫോർമേഷൻ ഓഫ് ഇമ്പൾസ് ഇൻ എ ന്യൂറോൺ ഈസ് ഇല്ലസ്ട്രേറ്റഡ് ബിലോ. കണ്ടോ, ഫിഗർ എയും ബിയും തന്നിട്ടുണ്ട്. വിച്ച് ഫാക്ടർ ഇൻ എ ഡയഗ്രാം എ കോസ് ചാർജ് ഡിഫറൻസ്? വാട്ട് ഡിഫറൻസ് ക്യാൻ യു ഒബ്സർവ് ഇൻ ഡയഗ്രാം ബി വെൻ കമ്പയർ ടു ഡയഗ്രാം എ? റൈറ്റ് ദ റീസൺ. കണ്ടോ, ചിത്രം എയിൽ ചാർജ് വ്യതിയാനത്തിന് ഉണ്ടാക്കിയ ഘടകം ഏത്? ചിത്രം എയിൽ നിന്നും ബിയിലേക്ക് എന്ത് വ്യത്യാസമാണ് നിരീക്ഷിക്കാനുള്ളത്? നമുക്കറിയാം ഇവിടെ ഇമ്പൾസിന്റെ ട്രാൻസ്മിഷൻ നമുക്ക് കാണുന്നത്. അപ്പൊ ചാർജുകൾ, അയോണുകൾക്ക് എന്ത് മാറ്റം വരുന്നു നോക്ക്. സ്റ്റിമുലസ് ആണ് ഇതിന് കാരണം അല്ലേ? ഈ ചാർജ് വ്യതിയാനത്തിന് ഉണ്ടാവാൻ കാരണം അവിടെ ഒരു സ്റ്റിമുലസ് വന്നു, അവിടെ എന്ത് വന്നു? ഒരു ഉദ്ദീപനം വന്നു. ഉദ്ദീപനത്തിന് കാരണമായി ഈ ഒരു സ്റ്റിമുലസ് പോകുന്നത്, അല്ലെങ്കിൽ ഈ ഒരു നാഡീയ പ്രേഷകത്തിലൂടെ ഉണ്ടായി അവിടെ നിന്ന് എന്ത് ചെയ്യുന്നു? ഇലക്ട്രിക് സിഗ്നൽ പോകുന്നത്. ഇനി ഇവിടെ നോക്കുക, എന്താണ് വ്യത്യാസം? വാട്ട് ഡിഫറൻസ് ക്യാൻ യു ഒബ്സർവ്? എന്താ ഒബ്സർവ് ചെയ്യാൻ പറ്റുന്നത്? സ്റ്റിമുലേറ്റഡ് പാർട്ട് ദ ഇന്നർ സൈഡ് ഓഫ് മെംബ്രെയിൻ ബിക്കം പോസിറ്റീവ്ലി ചാർജ് ആൻഡ് ഔട്ടർ സൈഡ് ബിക്കം നെഗറ്റീവ്ലി ചാർജ്. ഇവിടെ ഇവർ ഈ ചിത്രം തന്നിട്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അവിടെ പോസിറ്റീവും നെഗറ്റീവും ചാർജിലും വന്ന വ്യത്യാസമാണ് നമ്മുടെ ആൻസർ പേപ്പറിൽ വേണ്ടത്. അപ്പൊ നോക്ക്, ചിത്രമേയിൽ ഉദ്ദീപപ്പെട്ട ഭാഗത്ത് പോസിറ്റീവ് ചാർജ് പ്ലാസ്മ സ്ഥലത്തിനുള്ളിലും നെഗറ്റീവ് ചാർജ് പ്ലാസ്മ സ്ഥലത്ത് പുറത്തുമായി മാറി. ബിയിലായപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആക്സോൺ സ്ഥലത്തിൽ നൈമിഷികമായി ഉണ്ടായി അല്ലേ, മൊമെന്ററി ആയിട്ട് വന്ന റിഫ്ലക്ഷൻ ഭാഗം ചാർജ് വ്യതിയാനം തൊട്ടടുത്ത ഭാഗത്ത് ഉത്തേജിപ്പിച്ച് സമാന രീതിയിലുള്ള വ്യതിയാനങ്ങൾക്ക് കാരണമാകുന്നതിലൂടെ ആവേഗം എന്ത് ചെയ്യുന്നു? ആക്സോണിലൂടെ പ്രവഹിച്ചു പോകുന്നു. അപ്പൊ അത് വ്യക്തമായിട്ട് ചെയ്ത പോസിറ്റീവ് നെഗറ്റീവ് ചാർജ് മാറിയതാണ് ആൻസറിൽ വരേണ്ടത് കേട്ടോ. അപ്പൊ അത് ക്ലിയർ ആയല്ലോ. അടുത്ത് നോക്കി നമുക്ക്. ഒബ്സർവ് ദ ഫോളോയിങ് ഫിഗർ ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻ. നെയിം ദ പാർട്ട് എക്സ് ആൻഡ് റൈറ്റ് ദ നെയിം ഓഫ് കെമിക്കൽ റിലീസ്ഡ് ബൈ ദിസ് പാർട്ട് ആൻഡ് ഇറ്റ്സ് ഫംഗ്ഷൻ. നമുക്കറിയാം ഇവിടെ എക്സ് എന്ന് പറയുന്നത് എന്താണ്? സിനാപ്റ്റിക് നോബാണ്. ഇവിടെ ഉണ്ടാവുന്ന കെമിക്കൽ എന്ന് പറയുന്നത് എന്താണ്? നാഡീയ പ്രേഷകം അല്ലേ, നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അപ്പം ഈ ഭാഗം അടയാളപ്പെടുത്താനും അതുപോലെ ഈ ഉണ്ടായ കെമിക്കൽ രാസവസ്തു ഏതാണെന്നാണ്? സിനാപ്റ്റിക് നോബാണ്. അതുപോലെ തന്നെ നമുക്കറിയാം ന്യൂറോ ട്രാൻസ്മിറ്ററിന് എക്സാമ്പിൾ നമുക്കറിയാം അസറ്റൈൽ കൊളൈൻ അല്ലെങ്കിൽ ഡോപ്പമിൻ എഴുതാം കേട്ടോ. ഏത് എക്സാമ്പിൾ എഴുതിയാലും കുഴപ്പമില്ല. ദിസ് കെമിക്കൽ വിച്ച് ഇസ് റിലീസ്ഡ് ഇൻ സിനാപ്റ്റിക് ലെഫ് stimulate the adjacent neuron and create electric impulse. തൊട്ട് ഇപ്പുറത്തിൽ നിന്ന് എന്ത് ചെയ്യുന്നു? അടുത്ത ന്യൂറോണിനെ അവിടെ ആവേഗത്തിലേക്ക് കൈമാറ്റം ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ ഒരു സ്റ്റിമുലേഷന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത്, ഈ ഒരു കെമിക്കൽ റിലീസ് ചെയ്യുന്നത്. അപ്പോൾ എക്സാമ്പിൾ ഓർത്ത് വെക്കുക, അസറ്റൈൽ കൊളൈൻ അല്ലെങ്കിൽ ഡോപ്പമിൻ നിങ്ങൾക്ക് എഴുതാവുന്നതാണ് കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആയല്ലോ, സെറ്റ് ആയല്ലോ, ഡൗട്ട് ഒന്നും ഇല്ലല്ലോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇത് അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം. ഒബ്സർവ് ദി ഇല്ലസ്ട്രേഷൻ ഷോയിങ് പ്രൊഡക്ഷൻ ഓഫ് ഇൻസുലിൻ ത്രൂ ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഈ ഒരു ഫിഗർ നോക്കുക, പല തവണ ചോദിച്ചിട്ടുള്ളതാണ്. ഇവിടെ ഭാഗങ്ങൾ മിസ്സിംഗ് ആയിട്ട് തന്നിട്ടൊക്കെയാണ് ചോദിക്കാറ്. ഇവിടെ നോക്കുക, എൻസൈംസ് എക്സും വൈയും എഴുതണം. വാട്ട് ഈസ് ദ റോൾ ഓഫ് പ്ലാസ്മിഡ് ഇൻ ദ പ്രോസസ്? ദ സക്സീഡിംഗ് ജനറേഷൻ ഓഫ് ബാക്ടീരിയ പ്രൊഡ്യൂസ് ഇൻ ദിസ് വേ ഹാവ് എബിലിറ്റി ടു പ്രൊഡ്യൂസ് ഇൻസുലിൻ എന്ന ചോദ്യം. അപ്പോൾ എന്താ ചെയ്തേണ്ടത്? ഇവിടെ എക്സും വൈയും നമ്മളോട് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. എക്സ് വൈയും അതുപോലെ പ്രക്രിയയിൽ പ്ലാസ്മിഡിന്റെ പങ്ക് എഴുതണം. അതുപോലെ ഇങ്ങനെ ബാക്ടീരിയയുടെ തലമുറകൾക്ക് ഉണ്ടാകും, അതിന് ഇതേപോലെ എന്താണ് വ്യത്യാസം വരുന്നുണ്ടോ എന്നാണ് ചോദ്യം. അപ്പോൾ നോക്കാം, നമുക്കറിയാം എക്സ് എന്ന് പറയുന്നത് ഇവിടെ ഏതാണ്? ഇൻസുലിനെ മുറിക്കുന്നതാണ് അല്ലേ, കട്ട് ചെയ്യുന്നതാണ്. അത് ഏതാണ്? റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് ആണ്, നമ്മുടെ മോളിക്കുലാർ സിസസ്. രണ്ടാമത്തേത് ചോദിച്ചിരിക്കുന്നത് നോക്കുക, ഉൽപാദക ജീനെ പ്ലാസ്മിഡിലേക്ക് കൂട്ടിച്ചേർക്കാണ്, ഒട്ടിച്ച് ചേർക്കുന്നത് ഏതാണെന്നാണ് ചോദ്യം. ദാറ്റ് ഈസ് ലിഗേസ്, മോളിക്കുലാർ ഗ്ലൂ എന്ന് നമ്മൾ പറയുന്നത്. പിന്നെ പ്ലാസ്മിഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതൊരു വെക്ടറാണ്, വാഹകരായിട്ട് ഉപയോഗിക്കുകയാണ് അല്ലെ, പ്ലാസ്മിഡിലേക്ക് ജീനെ എത്തിക്കാൻ വേണ്ടിയില്ല. പ്ലാസ്മിഡ് എന്താ ചെയ്യുന്നത്? ആ ഒരു ജീനെ കൈമാറ്റം ചെയ്ത് ഒരിടത്ത് മറ്റൊരാൾക്ക് കൊടുക്കുകയാണ്. ആ ലക്ഷ്യകോശത്തിലേക്ക് എത്തിച്ചേർക്കുന്ന ഒരു വാഹകരായിട്ടാണ് നമ്മൾ പ്ലാസ്മിഡിനെ പറയുന്നത് അല്ലേ. സോ പ്ലാസ്മിഡ് ഈസ് എ വെക്ടർ ആൻഡ് ജീൻസ് ആർ ട്രാൻസ്മിറ്റഡ് ടു ടാർഗറ്റ് സെൽ. ഇനി ഇൻ ദ ബാക്ടീരിയ കണ്ടെയ്നിങ് ജീൻസ് ദാറ്റ് എബിലിറ്റി വിച്ച് കൺട്രോളിങ് ഇൻസുലിൻ പ്രൊഡക്ഷൻ ദ റെപ്ലിക്കേറ്റ് ആൻഡ് ഫോംസ് മോർ ഇൻ നമ്പർ. അടുത്ത റെപ്ലിക്കേഷൻ നടക്കുമ്പോൾ അതിന്റെ ജീൻ എന്ത് ചെയ്യുന്നു? അത് ക്യാരി ചെയ്താൽ പോകുന്നത് പിന്നുള്ള തലമുറകളിലേക്കും എന്ത് ചെയ്യുന്നു? അവയുടെ പകർപ്പെടുകയും എണ്ണത്തിൽ കൂടുതൽ രൂപപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പം അവിടെ യെസ് ആണ്, അതെന്ത് ചെയ്യുക? അത് സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആക്കി എഴുതുകയും ചെയ്യുക. അപ്പൊ അത് ക്ലിയർ ആയോ മക്കളെ? ഇനി ഐയിൽ നിന്ന് കണ്ണിന്റെ ചോദ്യം ഇതാ വീണ്ടും വന്നിട്ടുണ്ട്. ട്രാൻസ്പെറന്റ് ആന്റീരിയർ പാർട്ട് ഓഫ് സ്ക്ലീറ, പോയിന്റ് ഓഫ് മാക്സിമം വിഷ്വൽ ക്ലാരിറ്റി, ട്രാൻസ്മിറ്റ് ഇമ്പൾസ് ടു വിഷ്വൽ സെന്റർ ഓഫ് ബ്രെയിൻ. നമുക്കറിയാം ഈ ചിത്രം വരച്ചിട്ട് വേണം ഐഡന്റിഫൈ ചെയ്ത് മാറ്റി എഴുതാൻ. അപ്പൊ നോക്കുക, ദൃഢപടലത്തിന്റെ സുതാര്യമായ ഭാഗം ആന്റീരിയർ ആയിട്ടുള്ള ഭാഗം കോർണിയാണ് നമ്മുടെ ആദ്യത്തേത്. രണ്ടാമത്തേത് പ്രതിബിംബത്തിന് ഏറ്റവും തെളിമയുള്ള ഭാഗം, ഏറ്റവും മാക്സിമം വിഷൻ നമുക്ക് കിട്ടുന്നത് എവിടെയാണ്? ക്ലിയർ വിഷൻ നമ്മുടെ യെല്ലോ സ്പോട്ട് അല്ലെങ്കിൽ പീത ബിന്ദുവിലാണ്. അടുത്തത് നമ്മുടെ കാഴ്ചയുടെ കേന്ദ്രത്തിൽ കൊണ്ടുപോകുന്ന ഭാഗം, ബ്രെയിനിലേക്ക് എത്തിക്കുന്ന ആരാണ്? നമ്മുടെ ഒപ്റ്റിക് നെർവ് അല്ലെങ്കിൽ നേത്രനാഡിയാണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയാലും അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഫിഗേഴ്സ് ആണ് 4 മാർക്കിന് നിങ്ങളോട് റീഡ്രോ ചെയ്ത് വരയ്ക്കാൻ ചോദിക്കും. അപ്പോൾ അത് നോക്കി നല്ല വൃത്തിയിൽ വരച്ചിട്ട് നല്ല വൃത്തിയിൽ നിങ്ങൾ ലേബൽ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് പിന്നെ 3 മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ വരുമ്പോൾ എന്ത് ചെയ്യുക? നല്ല രീതിയിൽ ചിത്രം മനസ്സിലാക്കണം. എന്നിട്ട് എവിടെയായിരുന്നു, ഏത് ഭാഗത്തു നിന്നാണ് വന്നതെന്ന് ആലോചിച്ചിട്ട് ശേഷം മാത്രം എന്ത് ചെയ്യുക? ആൻസർ ചെയ്താൽ. അപ്പം നിങ്ങൾക്ക് സമയത്തിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല, നല്ല രീതിയിൽ ആലോചിച്ച് തന്നെ എക്സാം എഴുതുക. സോ ഓൾ ദി ബെസ്റ്റ് ഡിയേഴ്സ്. നമുക്ക് അടിച്ച് പൊളിച്ച് എക്സാം നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യണം. ബൈ ബൈ.